വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളായിട്ടുള്ള പോളി അഡ്മിഷൻ, അതേപോലെ ITI അഡ്മിഷൻ, കൂടാതെ LBSൻ്റെ വിവിധ BSc നഴ്സിംഗ്, അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളോട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലിക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. അപ്പോൾ ഒന്നാമതായിട്ട് 10ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ +2 ശേഷം വളരെ പ്രധാനപ്പെട്ട നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ഈ പോളി അഡ്മിഷൻ, അതായത് പോളി കോഴ്സുകളും ITI കോഴ്സുകളും. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് പോളി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ അപേക്ഷ കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്സ് പ്രകാരം വിദ്യാർത്ഥികളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥി ഇനിയും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള polyadmission.org വന്ന് ഏറ്റവും മുകളിൽ നിങ്ങൾക്കൂടെ ട്രയൽ അലോട്ട്മെൻറ്റ് ജസ്റ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അവിടെ വിദ്യാർത്ഥി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ടൈപ്പ് ചെയ്ത് OK ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ ട്രയൽ റാങ്ക് ലിസ്റ്റ് കാണുവാൻ ജസ്റ്റ് ഇവിടെ ഇതേ രീതിയിൽ തൊട്ട് താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ട്രയൽ റാങ്ക് ലിസ്റ്റും, അതേപോലെ തന്നെ ലാസ്റ്റ് ഇൻഡെക്സ്, നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏറ്റവും അവസാനമായിട്ട് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥി ഏതാണ്, അതായത് എത്രയാണ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടി ജസ്റ്റ് ഏതാണ് ജില്ല, അതിൽ ഏതാണ് കോളേജ്, ഉദാഹരണത്തിന് ജസ്റ്റ് കൊല്ലം ജില്ലയിലെ ഒന്നാമത് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഈ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെയുള്ള ഏത് കോഴ്സാണ്, ഇപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അവിടെ ഏതാണ് കോട്ട, നിങ്ങൾ ജനറൽ കോട്ടയാണെങ്കിൽ ആ ജനറൽ കോട്ടയിൽ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് വിദ്യാർത്ഥികൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥിക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും അതേപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ ട്രയൽ അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ അഡ്മിഷൻ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ ഇനി വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കറക്ഷൻ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് 21/6/2025 വരെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഫൈനൽ റാങ്ക് ലിസ്റ്റ്, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും പോളി അഡ്മിഷൻ ഭാഗമായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് 25/6/2025. അപ്പോൾ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള ആവശ്യമുണ്ടായ വിദ്യാർത്ഥികൾ 21/6/2025 വരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഡിറ്റ് ഓപ്ഷന് പോയി നിങ്ങൾ ചെയ്യാനും ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചാനൽ ത്രൂ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വളരെ തൊഴിൽ സാധ്യതയുള്ള മറ്റൊരു കോഴ്സാണ് ITI കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ITI അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എങ്ങനെ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കും, കോഴ്സിൻ്റെ സാധ്യതകളൊക്കെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ITI അഡ്മിഷന് നിലവിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ITI അഡ്മിഷൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് ജൂൺ 30 വരെ, അതായത് ഈ മാസം അവസാനം വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇനിയും ITI കോഴ്സിൻ്റെ പ്രാധാന്യം അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ, SLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പല ട്രേഡുകളും എടുത്ത് പഠിക്കാൻ സാധിക്കുന്ന കോഴ്സാണ് ITI. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജൂൺ 30 വരെ അപേക്ഷ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് കരുതിയിട്ട് അപേക്ഷ കൊടുക്കാത്തവരുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളിൽ നിർബന്ധമായി നിങ്ങൾ അറിയിക്കുക. ITIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ITI.admission.kerala.gov.in വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് ജൂൺ 30 വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ അടുത്ത പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് നമ്മൾ ചാനൽ ത്രൂ അതേ സമയത്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജൂൺ 30 ശേഷം അപേക്ഷ പൂർത്തിയായി കഴിഞ്ഞാലാണ് അടുത്ത അഡ്മിഷൻ ഘട്ടം സ്റ്റാർട്ട് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങൾ നമ്മുടെ ചാനൽ ത്രൂ തന്നെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമതായിട്ട് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ സാധ്യതയുള്ള, അതായത് +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള BSc നഴ്സിംഗ്, അതേപോലെ തന്നെ വിവിധ ഡിഗ്രി പാരാമെഡിക്കൽ കോഴ്സ്, ശ്രദ്ധിക്കുക, വിവിധ ഡിഗ്രി പാരാമെഡിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ട് LBSൻ്റെ വിവിധ കോഴ്സുകൾക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷം അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം,
കാര്യമാണ്. കാരണം വിദ്യാർത്ഥികളുടെ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് LBSൻ്റെ BSc നേഴ്സിംഗ് അതേപോലെ തന്നെ ഡിഗ്രി പാരാമെഡിക്കൽ കോഴ്സിനും അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് വിദ്യാർത്ഥികൾ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഇനി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ, അതായത് നിലവിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു. അപ്പോൾ അതുവഴി ഇനി വിദ്യാർത്ഥികൾ കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രൊഫൈൽ, അതായത് എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രൊഫൈൽ കൃത്യമായിട്ട് LBSൻ്റെ ഭാഗത്തു നിന്ന് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം LBSൻ്റെ ഭാഗത്തു നിന്ന് 28/6/2025 വെരിഫിക്കേഷൻ പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയിട്ട് ഈ പറയുന്ന നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഏകദേശം 28/6/2025, ഒരുപക്ഷെ ആ ഡേറ്റ് മാറുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മൾ ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് LBSൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ഈ പറയുന്ന പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും, അതായത് വെയിറ്റേജ് ഉൾപ്പെടെയുള്ള ബോണസ് ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഓരോ ഡോക്യുമെൻറ്റ്സും അതുപോലെ നിങ്ങൾ പ്രൊഫൈലും കൃത്യമായിട്ട് LBSൻ്റെ ഭാഗത്ത് നിന്ന് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് LBSൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും റിസ്ക്കാണ് വെരിഫിക്കേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രൊഫൈൽ കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 28/6/2025 നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥി ഏകദേശം നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റെഡ് മാർക്ക് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രൊഫൈൽ കാണിക്കും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യുവാനുള്ള സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ പറയുന്ന എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് മിസ്റ്റേക്ക് ആണെങ്കിൽ ആ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് ആ മിസ്റ്റേക്ക് നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഡേറ്റ് ഏകദേശം ജൂലൈ 4 വരെ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ കൃത്യമായിട്ട് വെരിഫിക്കേഷനും കഴിഞ്ഞ് എഡിറ്റ് ഓപ്ഷൻസും കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ്, അതായത് വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് ഏകദേശം ജൂലൈ 12-ാം തീയതിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് വിദ്യാർത്ഥി നമ്മൾ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് LBSൻ്റെ ഭാഗത്ത് നിന്ന് അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്ന BSc നേഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ പറയുന്ന പ്രൊഫൈൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നമ്മൾ ചാനൽ ത്രൂ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് LBSൻ്റെ കോഴ്സുകൾ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാൻ, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഡിസ്മിസ് സമാദരിച്ചിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.